ശസ്ത്രക്രിയാ പരാജയം. സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയിട്ടുള്ള ഗൈഡ് വയറ് പുറത്തെടുക്കാനായില്ല. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് കുട്ടിയുടെ നെഞ്ചിൽ കുടുങ്ങിയിട്ടുള്ള ഗൈഡ് വയറ് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയിട്ടുള്ള ശസ്ത്രക്രിയയിലൂടെ 2 തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെടുകയായിരുന്നു. ഗൈഡ് വയർ പുറത്തെടുത്താലേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ശ്വാസകോശത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഗൈഡ് വയറിന് അനക്കമുണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയതിനെ തുടർന്നാണ് അത് പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയത്. വാസ്തവത്തിൽ ഇന്നലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിൽ സുമയ്യയെ പ്രവേശിപ്പിച്ചത് തന്നെ. ഗൈഡ് വയറ് പുറത്തെടുക്കാതിരിക്കുന്നതാണ് ഉചിതമെന്നാണ് നേരത്തെ തന്നെ മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ധമനികളോട് ഒട്ടിച്ചേർന്നതിനാൽ തന്നെ ഈ വയറ് മാറ്റാൻ ശ്രമിക്കുന്നത് സങ്കീർണതകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ തന്നെ. ശ്വാസകോശത്തിൽ ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ലെന്നും മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയിരുന്നു. എന്നാൽ ശ്വാസമുട്ടൽ അടക്കമുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ള സുമയ്യയുടെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ വീണ്ടും നടത്തിയത് തന്നെ. ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവ് ഉണ്ടായിട്ടും ചികിത്സിച്ച ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കുടുംബം പ്രതിഷേധത്തിലാണ്. മാത്രമല്ല, ഗൈഡ് വയർ പുറത്തെടുക്കാൻ ആയില്ലെങ്കിൽ സുമയ്യയ്ക്ക് സർക്കാർ ജോലി നൽകണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. ഏതാണ്ട് 2023 മാർച്ച് 22 നടത്തിയിട്ടുള്ള ശസ്ത്രക്രിയയിലാണ് സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങുന്നത്.